Welcome to my class. In my last video, I discussed airstream mechanism. Today, I discuss an important topic from the organs of speech, that is vocal cords. Vocal cords എന്താണെന്ന് നമുക്ക് വ്യക്തമായി പഠിക്കാം. The larynx is what is commonly called the Adam's apple, situated at the top of the windpipe. ലാറിൻസിനെ പൊതുവേ നമ്മൾ വിളിക്കുന്നത് ആഡംസ് ആപ്പിൾ എന്നാണ്. ഈ ആഡംസ് ആപ്പിൾ വിൻഡ് പൈപ്പിൻ്റെ മുകളിലായാണ് സ്ഥിതി ചെയ്തത്. In the larynx are situated a pair of lip-like structures. These are called vocal cords. ഈ ലാറിൻസിന് നമ്മുടെ അധരങ്ങൾ പോലെ അടുപ്പിക്കാനും അകറ്റാനും പറ്റുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ വോക്കൽ കോഡ്സ് എന്ന് വിളിക്കുന്നത്. ദീസ് ആർ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഫ്രം ഫ്രണ്ട് ടു ബാക്ക്. ദേ ആർ അറ്റാച്ച്ഡ് ഇൻ ദ ഫ്രണ്ട് ആൻഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് അറ്റ് ദ ബാക്ക്. ദേ ആർ അറ്റാച്ച്ഡ് ഇൻ ദ ഫ്രണ്ട്. ഫ്രണ്ട് സൈഡിൽ ഇത് കൂട്ടി യോജിച്ച രൂപത്തിലാണ് ഇരിക്കുന്നത്. ആൻഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് അറ്റ് ദ ബാക്ക്. എന്നാൽ പുറകുഭാഗം ഇത് രണ്ടായി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ വോക്കൽ കോഡ്സ് ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. വളരെ നമ്മൾ ശ്രദ്ധയോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വോക്കൽ കോഡ്സ്, ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ വോക്കൽ കോഡ്സ് ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. വോക്കൽ കോഡ്സിനിടയിലുള്ള ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ, ഈ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് വിളിക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്കത് വ്യക്തമായി കാണാം. നൗ ലെറ്റ് us സ്റ്റഡി ദ ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് ദ വോക്കൽ കോഡ്സ്. വോക്കൽ കോഡ്സ് പ്രധാനമായും 3 പൊസിഷൻസ് ഫോളോ ചെയ്യുന്നു. ഒന്നാമത്തേത് കംപ്ലീറ്റ്ലി ഷട്ട്. കംപ്ലീറ്റ്ലി ഷട്ട്. 3 ചിത്രങ്ങൾ ഇവിടെ കാണാം. അതിൽ ഒന്നാമത്തെ ചിത്രം, വോക്കൽ കോഡ്സിൻ്റെ ഒന്നാമത്തെ ചിത്രമാണ് കംപ്ലീറ്റ്ലി ഷട്ട്, പൂർണ്ണമായ അടഞ്ഞ രൂപത്തിലുള്ള വോക്കൽ കോഡ്സ് കാണുന്നത്. ദ വോക്കൽ കോഡ്സ് ക്യാൻ ബി ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ്. അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് വോക്കൽ കോഡ്സ്. When the 2 vocal cords come very close to each other, the glottis will be shut completely. വോക്കൽ കോഡ്സ് ചേർന്ന് വരുമ്പോൾ ഗ്ലോട്ടിസ് പൂർണ്ണമായും അടഞ്ഞിരിക്കും. ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ വോക്കൽ കോഡ്സ് വെൻ വി ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും വോക്കൽ കോഡ്സ് ഈ പൊസിഷനിലായിരിക്കും സ്ഥിതി ചെയ്യുക. ഇനി രണ്ടാമത്തെ പൊസിഷൻ വൈഡ് ഓപ്പൺ. ദിസ് ഇസ് ദ പൊസിഷൻ ഓഫ് ദ വോക്കൽ കോഡ്സ് വെൻ വി ബ്രീത്ത്. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഉള്ള വോക്കൽ കോഡ്സിൻ്റെ പൊസിഷനാണ് രണ്ടാമത്തത്. ആൻഡ് ദ സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ വോക്കൽ കോഡ്സ് വൈഡ് അപ്പാർട്ട് ആർ കോൾഡ് വോയിസ്ലെസ് സൗണ്ട്സ്. വോക്കൽ കോഡ്സ് വൈഡ് അപ്പാർട്ടായിരിക്കുമ്പോൾ, തുറന്നിരിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, തുറന്ന ഗ്ലോട്ടിസിലൂടെ. ബിക്കോസ് ദ സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ പൊസിഷൻ ഓഫ് ദ വോക്കൽ കോഡ്സ് ഫോർ ബ്രീത്തിങ്, ദേ ആർ ഓൾസോ കോൾഡ് ബ്രീത്ത്ഡ് സൗണ്ട്സ് ഓർ ബ്രീത്ത്സ്. അപ്പോൾ ഈ വോയിസ്ലെസ് സൗണ്ട്സിനെ നമ്മൾ ബ്രീത്ത്ഡ് സൗണ്ട്സ് എന്നും ബ്രീത്ത്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ദ വോയിസ്ലെസ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ആർ പ, ട്, ക, ഫ, ച, ഠ, സ, ഷ ആൻഡ് ഹ. ഇത്രയുമാണ് വോയിസ്ലെസ് സൗണ്ട്സ് ഉള്ളത്. അടുത്ത പൊസിഷൻ ലൂസ്ലി ഹെൽഡ് ടുഗെദർ. ഓക്കെ, വോക്കൽ കോഡ്സ് പൂർണ്ണമായും അടഞ്ഞുമല്ല പൂർണ്ണമായും തുറന്നുമല്ല, എന്നാൽ ഒരു ലൂസ്
പൊസിഷനിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് certain speech sounds, the vocal cords are loosely held together. ചില സ്പീച്ച് സൗണ്ട്സിന് നമുക്ക് ഈ പൊസിഷനാണ് ആവശ്യം, ലൂസ്ലി ഹെൽഡ് ആയിട്ടുള്ള പൊസിഷനാണ് ആവശ്യം. മൂന്നാമത്തെ ചിത്രം അതാണ് വ്യക്തമാക്കുന്നത്. ബിക്കോസ് ഓഫ് ദ പ്രഷർ ഓഫ് ദ ലങ് എയർ, ദ വോക്കൽ കോഡ്സ് ഓപ്പൺ ആൻഡ് ക്ലോസ് റാപ്പിഡ്ലി. ലങ്സിൽ നിന്ന് വരുന്ന എയറിൻ്റെ പ്രഷർ മൂലം വോക്കൽ കോഡ്സ് അടുക്കുകയും അകലുകയും ചെയ്യുന്നു, അതും റാപ്പിഡ്ലി, വേഗത്തിൽ. ദിസ് ഇസ് കോൾഡ് ദ വൈബ്രേഷൻ ഓഫ് ദ വോക്കൽ കോഡ്സ്. ഇങ്ങനെ വോക്കൽ കോഡ്സിൻ്റെ ഇരുഭാഗവും വേഗത്തിൽ തുറക്കുകയും അടയുകയും ചെയ്യുന്ന ആ പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് വൈബ്രേഷൻ ഓഫ് ദ വോക്കൽ കോഡ്സ്. അവിടെ ഒരു ഉരസലുണ്ടാകുന്നു, വൈബ്രേഷൻ ഉണ്ടാകുന്നു. ദ വൈബ്രേഷൻ ഓഫ് ദ വോക്കൽ കോഡ്സ് പ്രൊഡ്യൂസസ് വോയിസ്. ഓക്കെ, ഈ സമയത്ത് ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദ സൗണ്ട്സ് ദസ് പ്രൊഡ്യൂസ്ഡ് ആർ കോൾഡ് വോയിസ്ഡ് സൗണ്ട്സ്. ഇങ്ങനെ വൈബ്രേഷനോടുകൂടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ശബ്ദത്തെയാണ് നമ്മൾ വോയിസ്ഡ് സൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ദ 15 കോൺസണൻസ് അതർ ദാൻ ദ വോയിസ്ലെസ് കോൺസണൻസ് ആൻഡ് ഓൾ വവൽസ് ആർ വോയിസ്ഡ്. നേരത്തെ നമ്മൾ കണ്ട ആ വോയിസ്ലെസ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സ് ഒഴികെ, നേരത്തെ കണ്ട ആ വോയിസ്ലെസ് സൗണ്ട്സ് ഒഴികെ ബാക്കി വരുന്ന 15 കോൺസണൻസും, ഓക്കെ, അതുകൂടാതെ എല്ലാ വവൽസും വോയിസ്ഡ് സൗണ്ട്സ് ആകുന്നു. ഇവയെല്ലാം വോയിസ്ഡ് സൗണ്ട്സ് ആകുന്നു. The vibration of the vocal cords is important for another reason. ഈ വൈബ്രേഷൻ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. The rate at which the vocal cords vibrate is called the frequency of vibration, and this determines the pitch of the voice. നമ്മളുടെ വോയിസിൻ്റെ പിച്ച് നിശ്ചയിക്കുന്നത് ഈ വൈബ്രേഷനിലൂടെയാണ്. The rate at which the vocal cords vibrates is called the frequency of vibration. വൈബ്രേഷൻ്റെ റേറ്റ്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മളുടെ ശബ്ദത്തിൻ്റെ പിച്ച് നിശ്ചയിക്കുന്നത്. ഈ പിച്ച് പൊതുവെ സ്ത്രീകളിൽ കൂടുതലായിരിക്കും, പുരുഷന്മാരെക്കാൾ എന്നാണ് പറയപ്പെടുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്ത വീഡിയോയിൽ മറ്റ് ഓർഗൻസ് ഡീറ്റെയിൽഡായി ഞാൻ വ്യക്തമാക്കുന്നതായിരിക്കും.